അപ്പോഴേ നമുക്കിന്ന് ഒരു ഷോപ്പിങ്ങിന് പോയാലോ? തായ്ലൻഡിൽ വന്നിട്ട് കാര്യമായിട്ട് ഷോപ്പിങ്ങിനൊന്നും പോയില്ല. ഷോപ്പിങ്ങിന് പോകാതെ. പ്ലാറ്റിനം മോൾ വിച്ച് സൈഡ്? പ്ലാറ്റിനം മോൾ വിച്ച് സൈഡ്? ആ, അങ്ങനെ നമ്മുടെ സഫാരി വേൾഡും ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷം വൈകുന്നേരമായപ്പോൾ പതിയെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലല്ലേ സജീവം, അതുകൊണ്ടാണ് വൈകുന്നേരം ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ഫുഡ് സ്ട്രീറ്റും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിക്കാനാണ് പ്ലാൻ. എന്ത് സംഭവിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്താവുമെന്നുള്ളത്. തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് അല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു നൈറ്റ് ലൈഫ് നമുക്കും ഒന്ന് കണ്ട് എൻജോയ് ചെയ്താലോ. പ്രത്യേകിച്ച് ഇത് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ബാങ്കോക്ക്. ഇവിടെ എന്താണെന്നൊന്ന് നോക്കി നോക്കാം. നമ്മൾ ഈവനിങ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് ഇന്ദിരാ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ 6 കിലോമീറ്റർ പോയാൽ ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വേണോ എങ്ങനെ വേണോ ഇനി മുതൽ നൈറ്റ് ലൈഫാണ് തായ്ലൻഡിൽ, അതുകൊണ്ട് ഭയങ്കര സജീവമായിരിക്കും. പക്ഷേ വെയിറ്റ് പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്തൊക്കെ വളരെ ഒരു ഗുമ്പില്ലായിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് പോവാം. ഇവിടെ എല്ലായിടത്തും മറ്റു കൺട്രികളിൽ, നമ്മൾ ഇന്ത്യ ഒഴികെയുള്ള മറ്റു കൺട്രികളിൽ, മിക്കവാറും ഉള്ള കൺട്രികളിൽ 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. ബാക്കി ഞാൻ കയറി ഇറങ്ങിയിട്ട് പറയാം, ഒരു വീഡിയോ അലൗഡല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ 7-Elevenലാണെങ്കിൽ നമ്മൾ വെള്ളത്തിന് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ വില കേട്ടോ. 10 രൂപ, 30 രൂപ, 20 രൂപ. ഇവിടെ 7 രൂപയേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ 7-Elevenലൊക്കെ കയറിയാൽ കുറച്ചൊരു റേറ്റ് വ്യത്യാസം കാണും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഈ 7-Elevenൽ കയറുക. കാരണം ഒരു വീഡിയോസിൽ നമ്മൾ പല ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല വീഡിയോസും കാണാറുണ്ടെങ്കിലും ഈ വക ഇൻഫർമേഷൻസ് ഒന്നും ആരും കൊടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇന്ദിരാ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണെന്നുള്ളത് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. പോയി നോക്കാം. ഇവിടെ ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഹിന്ദിയിലൊക്കെ ചായ് പീജിയെ ആവോ ജാവോ എന്നൊക്കെ പറയുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ദോശയൊക്കെ വേണമെങ്കിലും കിട്ടും, സമാധാനമുണ്ട്. നമുക്കിനി വാങ്ങേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് ചോക്ലേറ്റ്സ്, വേദയുടെ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ അവിടുത്തെ നെയ്ബേഴ്സിനും പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ അടുത്ത് വേണ്ടവർക്ക് കുറച്ചൊക്കെ കൊടുക്കാനും, പിന്നെ എനിക്ക് ചീമയ്ക്കും സച്ചുവിനും ദീപചേച്ചിക്കും പ്രകാശേട്ടനും ഒരു ഡ്രസ്സ് കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഷോപ്പിംഗ്. അച്ഛനും അമ്മയും അവർക്ക് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അച്ഛനും അമ്മയ്ക്കും ചോക്ലേറ്റ്സ് വാങ്ങുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഒരു ഷോപ്പ് കണ്ടു. അവിടെ കയറി കുറച്ചൊക്കെ നോക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളൊരു ഭാവമാണ്. വില പേശിൽ നമുക്ക് ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി തരാൻ അവർക്ക് വയ്യ, അങ്ങനെയൊക്കെയുള്ളൊരു ഭാവമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു വാങ്ങുന്നവർ വന്ന് വാങ്ങിയിട്ട് പോകും, വില പേശില്ല, ഒന്നുമില്ല. വന്ന് നോക്കും, എടുക്കും, അവസാനം ബില്ല് ചെയ്യും, പോവും. കാശുള്ളവർ നമ്മളെപ്പോലെ കാശില്ലാത്തവർ വന്നിങ്ങനെ നോക്കും, എടുക്കും, വയ്ക്കും. അത് കാണുമ്പോൾ അവർക്കറിയാം നമ്മൾ വാങ്ങാനല്ല എന്നുള്ളത്. അതുകൊണ്ടാവും അവർക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രാവശ്യം വില പറഞ്ഞിട്ട് അവരവരെ പാട്ടിന് പോകും. വേണമെങ്കിൽ നിങ്ങൾ എടുക്കില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഭാവമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാശുള്ള ടൂറിസ്റ്റുകൾ വന്ന് വിലയൊന്നും നോക്കില്ല, കുറേ അങ്ങ് വാങ്ങും, ബില്ലടിക്കാൻ കൊണ്ട് കൊടുക്കും, അത്ര തന്നെ. എത്ര രൂപയാണെന്ന് പോലും ചോദിക്കത്ത് പോലും ഇല്ല കേട്ടോ. ബില്ലടിക്കും, കാശ് കൊടുക്കും, സാധനം വാങ്ങും. അതാണ് ചിലരുടെ പ്രത്യേകത. അത് നമ്മൾ അങ്ങനെ ചെയ്യില്ല, അത്രയേ ഉള്ളൂ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ദിരാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഏതാണെന്നും ഐഡിയസ് ഇല്ല. ഇത് ഏത് ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്ത്രീകൾ തോൽക്കുന്ന സൗന്ദര്യത്തിൽ നിൽക്കുകയാണ്. മസാജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും മസാജിങ് സെൻറ്ററും കാര്യങ്ങളാണ് ഉള്ളത്. തായ്ലൻഡിൽ വന്നിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ കാണുമ്പോഴുള്ളൊരു സ്ട്രീറ്റ് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇന്ദിരാ മാർക്കറ്റിൽ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് പോയി ഇതെല്ലാം ഒന്ന് കണ്ട് രസിക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. മുതലേ തിന്നണം, ആമയെ തിന്നണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. വല്ലതും കിട്ടുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലേ. അതുകൊണ്ട് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നാളെ കൂടിയുണ്ട്. നാളെ മീൻസ് എന്തോ കുറച്ച് 1-2 ടെമ്പിൾ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് കൊണ്ട് നമുക്ക് കാണേണ്ട കാര്യങ്ങളെല്ലാം കണ്ട് തീർക്കുക. നാളെ
പോയി കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പെൻഡിങ് വെച്ചാൽ നമുക്കതിനുള്ള സമയം കിട്ടത്തില്ല. എങ്ങാനും ഫ്ലൈറ്റ് മിസ്സായാൽ ഇവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ, ഫ്ലൈറ്റ് എങ്ങാനും മിസ്സായാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നാളെ തന്നെ പോവുക. അപ്പോൾ എന്തെങ്കിലും പെൻഡിങ് നമ്മൾ ഇനി തായ്ലൻഡിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഫിനിഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു തായ്ലൻഡ് വരക്കമൊന്നും ഉണ്ടാവത്തില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരൂല്ലെന്നും അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇനി വന്നാലായി, വന്നില്ലെങ്കിലായി, അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഇനി വന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് മാക്സിമം തായ്ലൻഡ് കാണുക. ഇത്രയേ ഉള്ളൂ. കണ്ടു, ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി ഇതുപോലുള്ള സ്ട്രീറ്റുകൾ മാർക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്യുക, അതൊരാഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ പോകും വഴിക്ക് വേറൊരു ചോക്ലേറ്റ് ഷോപ്പ് കണ്ടു. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റം, ഏതെടുത്താലും എത്ര രൂപയെന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ. നിറയെ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ ആദ്യം കയറിയ കടയിൽ ആരുമില്ല, ഒരു മനുഷ്യരുമില്ല. എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരവും കാണണം കേട്ടോ. ഇതിപ്പോൾ നിറയെ ആൾക്കാരും ഉണ്ട്, അവരെല്ലാം കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ട്. അതല്ലേ വലിയൊരു കാര്യം. ഇവിടെ എല്ലാവരും ഇല്ല കേട്ടോ, എങ്കിലും 90% ആൾക്കാരും കടകളിലായാലും നമ്മൾ വിലപേശുന്നവർക്ക് ഇഷ്ടമല്ല, വേണമെങ്കിൽ വാങ്ങിയിട്ട് പോകൂ എന്നൊക്കെ ഉള്ളൊരു ഭാവം 90% കടകളിലും ആൾക്കാർക്കുണ്ട്. പക്ഷെ ബാക്കി 10% ആൾക്കാർ നമ്മളോട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു കടയാണ് ഈ കട. അപ്പോൾ ചോക്ലേറ്റ്സ് എല്ലാം വേദയ്ക്കെല്ലാം വേണമെന്നുണ്ട് കേട്ടോ. അങ്ങ് പെറുക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ആവശ്യത്തിന് മാത്രം. ഒന്നാമത് നമുക്ക് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം തന്നെ കയ്യിൽ കാശ് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ടുണ്ട്. എക്സ്ട്രാ ഒരുപാട് പൈസ ആയിട്ടുണ്ട്. വേദ വെള്ളത്തിൻ്റെ അടിയിൽ പോയതിന് തന്നെ 5000 രൂപ പോയ പോക്കേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ട്രിപ്പിന് ആയിട്ടുണ്ട്. അധിക ചിലവാണ്. പിന്നെ വെയിറ്റും കൊണ്ടുപോകാൻ പറ്റില്ല. അഥവാ നമ്മളിതെല്ലാം കൊണ്ടുപോയി, ചില എയർപോർട്ടിലൊക്കെ ഭയങ്കര ചെക്കിങ് ആയിരിക്കും, ചില എയർപോർട്ട് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കയ്യിലൊക്കെ വെച്ചിരുന്നാൽ അവരൊന്നും പറയത്തില്ല. അപ്പോൾ എയർപോർട്ടില്ല, ഐ മീൻ ചില ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഉള്ളിലേക്ക് ചിലപ്പോൾ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കളഞ്ഞിട്ടൊക്കെ വരേണ്ടി വരും. കാശും കൊടുത്തിട്ട് സാധനം കളഞ്ഞിട്ട് വരാമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് എടുത്താൽ മതി എന്ന് പറയാം. അങ്ങനെ വേദ ഒരുവിധം ഞാൻ സമ്മതിപ്പിച്ച് 2-3 ഐറ്റംസ് മാത്രം എടുത്തിട്ടുണ്ട്. വേദയുടെ ഫ്രണ്ട്സിനും നമുക്കവിടെ അത്യാവശ്യം എന്താടാ, വേദയുടെ ഫ്രണ്ട്സിനും നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു. അച്ഛനും വീട്ടിലത്തേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിച്ചു. അവിടെ കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ. ഡ്രസ്സ് കിടക്കണം. അങ്ങനെ ലിസ്റ്റിലുള്ള ഒരു കാര്യം കഴിഞ്ഞ് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങി. അച്ഛനും അമ്മയും കുറച്ച് വാങ്ങി, ഞങ്ങളും കുറച്ച്, വളരെ കുറച്ച് കേട്ടോ ചോക്ലേറ്റ്സ് വാങ്ങി. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. മെയിനായിട്ട് സ്ട്രീറ്റ് കാണുക, പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സുകൾ 2-3 എടുക്കണം, ആ ഡ്രസ്സ് വാങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. പതിയെ നടന്നപ്പോൾ അമ്മയ്ക്ക് പറ്റുന്നില്ല. ഞാൻ വരുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ചു പോകാനായിട്ട് ഹോട്ടലിലേക്ക് പോയാൽ ചിലപ്പോൾ വഴിതെറ്റി പോയാലോ എന്ന് കരുതി തിരിച്ചു പോയതുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, എന്നാൽ പിന്നെ അമ്മ മസാജ് ചെയ്യട്ടെ. അങ്ങനെ ഗൈസ്, അമ്മ തായ് മസാജ് ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. അമ്മയ്ക്ക് കാലിനൊരു വേദന ഉള്ളതുകൊണ്ട് മസാജ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് നടക്കാൻ വയ്യ. ഈ പറഞ്ഞ പോലെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് വഴിയും അറിയത്തില്ല. എങ്ങാനും വഴി തെറ്റിപ്പോയാൽ ഭാഷ അറിയത്തില്ല, ഫോണില്ല, ഒന്നുമില്ല. ആൾ തന്നെ മിസ്സാവും കേട്ടോ. അതുകൊണ്ട് ഇനി വഴിയിൽ ഇരുത്തിയിട്ട് പോകാനും പറ്റത്തില്ല, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അപ്പോഴാണ് തായ് മസാജ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ വന്നത്. നമ്മുടെ കാലിനും ഒരു സുഖം കിട്ടും, റെസ്റ്റും കിട്ടും, എല്ലാം കിട്ടും. 1 മണിക്കൂറാണ് അവർ മസാജിങ് ടൈം പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി കറങ്ങിയിട്ട് വരുമ്പോൾ കറക്റ്റ് 1 മണിക്കൂറാവും. അമ്മ അവിടെ ഇരുത്തിയേക്കാം. ഇന്ദിരാ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അമ്മയെ മസാജ് സെന്ററിൽ കയറ്റി 1 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലാൻ പറയും. ഇപ്പൊ സമയം എത്രയായി? ഇതൊക്കെ ഇവിടെ ചെരുപ്പൊക്കെ 70 ബാത്തേ ഉള്ളൂ കേട്ടോ. നല്ല ചെരുപ്പുകൾ 70 ബാത്ത്. നമ്മളൊന്ന് 150-നല്ലേ വാങ്ങിച്ചത്. ബാങ്കോക്ക് സിറ്റിയുടെ ബ്ലോക്ക് കണ്ടോ? നല്ല ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. കാറിലെല്ലാം റെഡ് കളർ കത്തി കിടക്കുന്നത് കണ്ടപ്പോഴേ നല്ല രസമുണ്ട്. അത് ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനകത്തിരിക്കുന്നവർ വിയർക്കുന്നുണ്ടാവും. കാരണം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ബ്ലോക്കിൽ കിടന്ന് പണ്ടാരടങ്ങി കിടപ്പുണ്ടാവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തിരിക്കുന്നവർക്കുണ്ടാവും, പക്ഷെ കാണുമ്പോൾ നമുക്ക് ഭംഗി. അപ്പം നമ്മൾ പോകുന്നത് ഇന്ദിരാ മാർക്കറ്റിലേക്കാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഇന്ദിരാ മാർക്കറ്റ്. ഈ ബ്രിഡ്ജ് കയറി അപ്പുറ സൈഡിൽ ക്രോസ് ചെയ്താലാണ് ഇന്ദിരാ മാർക്കറ്റ്. നമ്മൾ അന്വേഷിച്ച് നടന്ന ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളിലും എത്തിയിട്ടുണ്ട്. ഷുഗർ കെയിൻ ജ്യൂസസ്, അതൊക്കെ എന്തോന്ന് സ്പഗേറ്റി, അങ്ങനെ എന്തൊക്കെ സാധനം. എനിക്ക് ഈ സാധനം വേണമല്ലോ. മിസ്റ്റർ മനോജ് കുമാർ എച്ച്, എക്സ്ക്യൂസ് മീ, നോൺ ഈസ് ഹിയർ. അങ്ങ് പോകുമ്പോൾ അങ്ങോട്ട് കാണും ബനാന പാൻ കേക്ക്. ഇങ്ങോട്ട് ഈ സൈഡിൽ കൂടെ വാ.
തായ്ലൻഡിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ബനാന പാൻ കേക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തോന്ന് ഇതാ ഡ്യൂറിയൻ. എന്താണ് അച്ഛൻ ഡ്യൂറിയൻ്റെ മണം നോക്ക്. അതിൻ്റെ മണമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതേ അമ്മ നേരെ ഓപ്പോസിറ്റ് അവിടെ മസാജ് സെൻറ്ററിൽ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അതേ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈ ഷോപ്പിംഗ് വന്ന ചപ്പ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അമ്മയുടെ കാല് അതിനനുവദിക്കത്തില്ല. കുറച്ചുകൂടെ അമ്മ നടന്നാൽ ചിലപ്പോൾ നാളെ നമ്മൾ എടുത്തുകൊണ്ട് പോവേണ്ടി വരും. അതുകൊണ്ട് എടുക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഒന്ന് മസാജ് ചെയ്തേക്കാമെന്ന് കരുതി നമ്മളതേ ഇന്ദിരാ മാർക്കറ്റിൽ വന്നു. സംഭവം തുടക്കത്തിൽ നല്ല ഒരു രസമൊക്കെ ഉണ്ട്. ഫുഡ്സും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇരുട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ആൾക്കാരും തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. ഇതിനകത്തേക്ക് വണ്ടിയൊന്നും വിടത്തില്ല കേട്ടോ. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാം വാക്കിംഗ് സ്ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വൈകുന്നേരങ്ങളിലല്ലേ തായ്ലാൻഡ് കുറച്ച് സജീവമാവുന്നത്. അപ്പോൾ ഇപ്പം ഒന്ന് ഇരുട്ടിയൊക്കെ വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഇരുട്ടം വരുമ്പോഴേക്കും കുറച്ചുകൂടെ സജീവമാവും ഈ ഒരു മാർക്കറ്റെന്ന് തോന്നുന്നു. അറിയില്ല, അതോ കുറച്ചുകൂടെ വൈകിയാലും ഇത് തന്നെയാണോ ഈ മാർക്കറ്റിൻ്റെ അവസ്ഥയെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ വാങ്ങിയ ചോക്ലേറ്റിൻ്റെ വില ഒന്നും കൂടെ ചോദിച്ചു നോക്കുകയാണേ. അപ്പോൾ അവിടെ കുറച്ച് കൂടുതലാണ് റേറ്റ് പറഞ്ഞത്. നമ്മൾ കയറിയ കട നല്ല കടയായിരുന്നു, നല്ല റേറ്റ് കുറവായിരുന്നു. ഇതിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ, കൂടിയതും കുറഞ്ഞതും. പല കടകളിൽ പല റേറ്റൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട് ഇല്ലേ. ദീപ ചേച്ചിക്കും ഇവിടെ ഒന്നും ആൾക്കാരില്ല. എക്സ്ക്യൂസ് മീ, ഹൗ മെനി ബാത്ത്? നോ ഡിസ്കൗണ്ട്? വൺ പീസ്. വൺ പീസ് നോ ഡിസ്കൗണ്ട്. അതിനകത്ത് കയറിയെന്ന് തോന്നുന്നു. ആക്ച്വലി ഈ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ആദ്യം കാണുന്നത് ചാടിക്കയറി വാങ്ങരുത്. കുറേ ഇങ്ങനെ നടന്ന് വിലയെല്ലാം അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഈ കടയിൽ വന്നപ്പോൾ ആ ചെറുക്കനും പെണ്ണും കൂടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞങ്ങൾ കണ്ടത് പെട്ടെന്ന് അങ്ങ് മാറി. എന്തൊക്കെ കാഴ്ചകൾ കാണണം അല്ലേ ദൈവമേ. പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ചമ്മൽ ആ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മളെ കണ്ടതിൻ്റെ ഒരു ഇത്, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഡിസ്കൗണ്ട് ചോദിക്കണേനിപ്പോൾ എന്തോന്നു ദാ ടീഷർട്ട് കിടക്കണ. ഹൗ മച്ച് ഫോർ ദിസ്? ദേഷ്യപ്പെടണം എന്തിന്? 280. ആ തള്ളയോട് ഞാൻ ഡിസ്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെ മോന്ത പോയ പോക്ക് കാണണമായിരുന്നു കേട്ടോ. എന്നിട്ട് വില ചോദിച്ചപ്പോൾ അവിടെ എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഭാഷയിൽ കിടന്ന് എന്തൊക്കെയോ അലച്ചു കേട്ടോ. നമ്മുടെ ഭാഷയിൽ തന്നെ തിരിച്ച് രണ്ട് വഴക്ക് പറയുമ്പോഴുള്ള സുഖം അതൊന്ന് വേറെയാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. നിങ്ങളും ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ആരോടെങ്കിലും വിലയൊക്കെ ചോദിച്ചാൽ അവർ വന്ന് എണീറ്റ് പറയുന്ന പോലുമില്ല. ഇരിക്കുന്നിടത്ത് ഇരുന്ന് വില പറയും. വേണമെങ്കിൽ നിങ്ങൾ വാങ്ങും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബാർഗെയിൻ ചെയ്താലും നല്ല റേറ്റ് കുറച്ച് കിട്ടുന്ന കടകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി ഇവർ വേണമെങ്കിൽ വാങ്ങുന്നുള്ള ഭാവത്തിലാണ് വാങ്ങാം എന്ന് കരുതരുത്. നിറയെ കടകൾ കയറി ഇറങ്ങുക. അതിൽ മുട പിടിച്ചവന്മാരും ഉണ്ട്, നല്ലവന്മാരും ഉണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് കുറവുള്ള അവിടെ കയറിയിട്ട് നമുക്ക് സാധനങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. നല്ല റേറ്റ് കുറച്ചൊക്കെ കിട്ടും കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് ആരോട് ചെന്ന് ബാർഗെയിൻ ചെയ്യണ്ടെന്നൊരു പേടിയുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ലേ നേരത്തെ ബാർഗെയിൻ ചെയ്തപ്പോൾ അവരെ മോന്ത പോയി. എനിക്ക് അടി കിട്ടിയത് എന്നു എഴുതി കേട്ടോ. അങ്ങനെയൊന്നും അടി കിട്ടത്തില്ല. നമ്മൾ വെറുതെ റേറ്റ് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ. ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? നമ്മുടെ നാട്ടിലേക്കെ പോലെ കപ്പലണ്ടി പുഡിങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ മസ്റ്റ് ട്രൈ ആണ്, കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മാംഗോ ഒക്കെ ഭയങ്കര തായ്ലൻഡ് മാംഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിയിട്ട് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഇതിലും ഭേദം എൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട് തായ്ലൻഡ് മാവ്. അതിൽ കായ്ക്കുന്ന മാങ്ങ ഒരെണ്ണം കഴിക്കണം, എന്താ രുചി. ഇവിടുത്തെ മാങ്ങയ്ക്കും ടേസ്റ്റ് ഇല്ല. ഇനി നമ്മൾ വന്ന സീസൺ കൊള്ളില്ലാത്തതുകൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയാണ് സ്റ്റിക്കി മാംഗോ റൈസ് ഫേമസ്. അതൊരെണ്ണം വാങ്ങിയിട്ട് പോലും ഒരു കാശിന് കൊള്ളില്ലായിരുന്നു കേട്ടോ. അത് ഈ സ്ട്രീറ്റിൻ്റെ കുഴപ്പമാണോ എന്താണോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇന്ദിരാ മാർക്കറ്റിൽ വന്നു. ആ ഒരു എൻട്രി, ആ ഒരു കയറി വരുന്ന സ്ഥലത്തെ പോലെയല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അതെ നിറയെ ഷോപ്പ് കേട്ടോ. തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ബാഗ് കടകൾ, അങ്ങനെയുള്ളത് ഏറ്റവും കൂടുതലുള്ളത് തുണിക്കടകളാട്ടോ. അപ്പോൾ ഇന്ദിരാ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കയറി ഉടനെ തന്നെ സാധനങ്ങളൊക്കെ ചാടി കയറി വാങ്ങരുത്. ഇതുപോലെ ഉള്ളിലേക്ക് വരിക, നിറയെ കടകളുണ്ട്, ബാർഗെയിൻ ചെയ്യുക. നമുക്ക് നല്ല ബാർഗെയിൻ ചെയ്ത് നല്ല ഡ്രസ്സുകൾ, നല്ലത് മീൻസ് ഇവിടെയൊക്കെ നമുക്കിട്ട് കുറച്ച് ദിവസമൊക്കെ ഇടാം. ഒരുപാട് ദിവസമൊന്നും ഇടാൻ പറ്റില്ല.
പറ്റുന്നതിൽ കുറച്ച് ദിവസമൊക്കെ ഇട്ട് ഈ ഒരു ബീച്ച് സൈഡ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു തരം ടൈപ്പ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ സച്ചിന് വേണ്ടിയിട്ട് നോക്കിയ ടീഷർട്ട് കേട്ടോ. അവിടെ എത്രയോ ഭാഗത്ത് പറഞ്ഞു വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ എനിക്ക് വേറെ ഡിസ്കൗണ്ടിൽ കിട്ടിയായിരുന്നേ. പിന്നെന്താണ് ഞാൻ എന്താ പറഞ്ഞു വന്നത്, നല്ല ഡ്രസ്സുകൾ. ഇത് ഞാൻ ചീമയ്ക്ക് വാങ്ങിയ നൈറ്റ് ഡ്രസ്സാണ്. ഒപ്പം ഞാൻ വേദയ്ക്കും വാങ്ങി. 150 ബാത്ത്, നമ്മുടെ നാട്ടിലൊരു 300 രൂപ വരും കേട്ടോ. അവിടുത്തെ 150 ബാത്ത്. വേദയ്ക്കും കൂടി വാങ്ങി 2 എണ്ണം. ഞാൻ 300 ബാത്തിന് വാങ്ങി. അപ്പോൾ ഒരു 600 രൂപ നമ്മുടെ നാട്ടിൽ വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ ഡ്രസ്സ്. ഭയങ്കരമായിട്ട് നൈറ്റ് ഡ്രസ്സ് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ വേദ ഇതിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനും കൂടി ഒരെണ്ണം എടുക്കേണ്ടതായിരുന്നു. അത്രയ്ക്ക് രസമുണ്ട് കേട്ടോ വേദ ഇട്ടിട്ടും. ഞാനിങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഭംഗി കണ്ടിട്ടാണ് ചീമയ്ക്ക് ഒരെണ്ണം വാങ്ങാമെന്ന് എഴുതിയത്. അപ്പോൾ ആ ഭംഗിക്ക് അയാൾ നല്ല ഡിസ്കൗണ്ടിലൊക്കെ തന്നപ്പോൾ ഞാൻ കരുതി വേദയ്ക്കൂടെ ഒന്ന് വാങ്ങാമെന്ന് എഴുതി. പക്ഷേ എനിക്കൂടെ ഒരെണ്ണം വാങ്ങേണ്ടതായിരുന്നു എന്ന് പിന്നെ തോന്നുന്നു. 2 for 300. ഓക്കെ, കൊച്ചിനോട് ഒരെണ്ണം എടുക്കാൻ. 300 ഡീൽ. വേദ 200 ബാത്ത് വേണോ നിനക്ക്? വേണമെങ്കിൽ ഒരെണ്ണം. ഇനി വേറെ ഒന്നും വാങ്ങിച്ചു തരില്ല, നോക്കിക്കോ ഏത് വേണമെന്നുള്ളത്. ആക്ച്വലി 200 ബാത്ത് പറഞ്ഞതാണ്. ഞാൻ അതിന് 150 ബാത്തിൽ വാങ്ങി. 150 ബാത്തിലെ സാധനമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ എങ്കിലും അയാൾ തന്നില്ലേ, നല്ല കാര്യമായിട്ട് നിന്ന് ആ പയ്യൻ എടുത്തൊക്കെ തന്നു. സൈസൊക്കെ നോക്കി കറക്റ്റ് ഫ്രീ സൈസാണ്, ഒറ്റ സൈസേ ഉള്ളൂ. അതുകൊണ്ട് വേദയ്ക്കും ചീമയ്ക്കും ഒക്കെ ഒരേ സൈസിനെടുത്തു. പക്ഷേ വേദ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം, നല്ല നൈറ്റ് ഡ്രസ്. 300. അപ്പോൾ ചീമയ്ക്കുള്ളതും ആയിട്ടുണ്ട്. ഇനി സച്ചിനും ദീപചേച്ചിക്കും പ്രകാശേട്ടനും. ദീപചേച്ചിക്ക് എടുക്കുന്നതാണ് കുറച്ച് പാട്. കാരണം ദീപചേച്ചി ഇടുന്ന ടൈപ്പ് സാധനങ്ങൾ ഇവിടെ വളരെ കുറവാണ് മീൻസ് ഞാൻ ഇതുവരെ ഇത്രയും സ്ട്രീറ്റിൽ ഇത്രയും കടകളുണ്ടായിട്ട് പോലും ആ ചേച്ചി ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതന്വേഷിച്ച് നടക്കണം. അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ടി വരില്ല. കാരണം നിറയെ കടകൾ, കുറേ ദൂരങ്ങളിൽ ആ കടകൾ ഇങ്ങനെയുണ്ട് കേട്ടോ. ഷോപ്പുകൾ നിറയെ. ഇന്ദിരാ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഡ്രസ്സിൻ്റെ മാർക്കറ്റാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വേണ്ടിയിട്ട് നിറയെ ഉണ്ട്. നമ്മുടെ ചാലേ മാർക്കറ്റിലൊക്കെ കയറും പോലെ കയറി അവിടെയൊക്കെ വേറെ കാര്യങ്ങളല്ലേ. ഇവിടെ തുണികളാണ് കൂടുതലും ഞാൻ കണ്ടത്. പക്ഷെ എന്ത് പറയാനും ഡ്രസ്സ് വാങ്ങാൻ നല്ല ചീപ്പാട്ടോ ഇവിടെ. മീൻസ് ഈ ഇന്ദിരാ മാർക്കറ്റിൽ ഡ്രസ്സൊക്കെ നമ്മൾ വിലപേശി വാങ്ങാമെങ്കിൽ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ തായ്ലൻഡിലൊക്കെ ഇട്ട് കറങ്ങാം. ഒരു 5 ദിവസത്തെ പാക്കേജിൽ നമ്മൾ വരുമ്പോൾ ഒരു 5 ദിവസമൊക്കെ ഇട്ട് കറങ്ങാനുള്ള പല വെറൈറ്റി ഡ്രസ്സുകൾ ചെറിയ റേറ്റിന് കിട്ടുന്നുണ്ട്. നമുക്ക് സച്ചിൻ ഒരെണ്ണം വാങ്ങണം. എനിക്ക് തോന്നുന്നു XXL. എക്സ്ക്യൂസ് മീ, XXL സൈസ്. നോ, ഇത് അവന് കറക്റ്റ് ആവുമെന്തോ. അപ്പോൾ സച്ചിൻ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു അതേ സെയിം ടീഷർട്ട് തന്നെ വീണ്ടും എടുത്തു. ആക്ച്വലി അവിടെ സച്ചിന് ടീഷർട്ട് എടുത്തപ്പോൾ സച്ചിൻ ഇടുന്ന സൈസ് XXL ആട്ടോ. ഇവിടെയൊക്കെ എക്സലേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അത് ഇട്ടിട്ട് അടുത്ത സൈസ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നടന്നപ്പോൾ വീണ്ടും അതേ ടീഷർട്ട്. എനിക്ക് ഈ ടീഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് രാത്രിയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ സച്ചിനൊക്കെ എവിടെയെങ്കിലും ടൂറൊക്കെ, അവരൊക്കെ സ്ഥിരം ട്രിപ്പ് പോകുന്നവരല്ലേ, ബീച്ച് സൈഡിലൊക്കെ ഈവനിങ് പോകുമ്പോൾ നല്ല രസമായിരിക്കും. ആ ബ്ലാക്കിലൊരു ഫ്ലൂറസെൻറ്റ് കളറിലൊക്കെ വരുന്നൊരു ടീഷർട്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയുള്ള സകലമാന കടകളിലും XXL ചോദിച്ച് നടക്കുകയാണ്. പക്ഷേ XXL ഒരിടത്തുമില്ല. അവസാനം നമ്മൾ കരുതി XL തന്നെ എടുക്കാം. XL അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയാണ്. സൈസ് ആവുമായിരിക്കും. സച്ചിൻ കുറച്ച് ഓവർ സൈസ്ഡ് ടീഷർട്ട്സൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇനി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇട്ടില്ലെങ്കിലോ എന്ന് കരുതി. പിന്നെ ഞാൻ കരുതി രണ്ടും കൽപ്പിച്ച് XL എടുക്കാം. അഥവാ സച്ചിൻ ഇട്ടില്ലെങ്കിലേ ചീമെങ്കിലും ഇടുമല്ലോ. നമ്മൾ പ്രകാശേട്ടന് ഇതിൻ്റെ വേറൊരു മോഡൽ ഷർട്ട് എടുത്തേ. സച്ചിനാണ് സൈസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതങ്ങ് വാ, അവിടെ ഒരു കുർത്ത ഞാൻ കണ്ടു. കുർത്ത കണ്ട് ഇവിടെയൊക്കെ വന്നപ്പോൾ അതൊരു കഫ്താൻ ടൈപ്പാട്ടോ. കഫ്താൻ ടൈപ്പൊക്കെ ചേച്ചി ഇടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവസാനം എടുത്തത് കഫ്താൻ തന്നെയാണ് കേട്ടോ. ഇടുന്നെങ്കിൽ ഇടട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, വേറെ സാധാ കുർത്തീസോ അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അടിയിലൊന്നും ഒന്നും ഇടത്തില്ല കേട്ടോ. ജസ്റ്റ് ഈ കഫ്താൻ മാത്രമായിട്ട് ഇടുന്ന അങ്ങനെ ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന തരം തുണികളാണുള്ളത്. പക്ഷെ നല്ല റേറ്റ് കുറച്ച് വില പേശിയാൽ തരുന്ന കടകളുണ്ട്. അവിടെ കയറി ചോദിച്ച് പോകണം കേട്ടോ. ആദ്യമേ ഒരിടത്ത് കയറി പിന്നെ അവിടെ വില കുറച്ചില്ലല്ലോ, അടുത്ത് വില
കുറച്ച് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വില പേശാണ്ടിരുന്നാൽ കിട്ടത്തില്ല. 100 കടകളുണ്ടെങ്കിൽ 100 കടയും കയറി ഇറങ്ങി വില പേശി നമ്മൾ വാങ്ങിക്കുക. ഇത് ശരിക്കും ഒരു മാർക്കറ്റിനകത്തേക്ക് കയറി കേട്ടോ, ഒരു ഷോപ്പിംഗ് മോൾ, ഒരു ലോക്കൽ ഷോപ്പിംഗ് മോൾ കണക്കൊരു ഒരു സ്ഥലം. ഓപ്പൺ സ്പേസാണ്, എന്നാൽ ഓപ്പൺ അല്ല. മനസ്സിലായോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്? അതായത് മുകളിൽ റൂഫൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഫുൾ ഓപ്പൺ സ്പേസ് ആണ്. ഇത് മുകളിൽ റൂഫൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ട്, ഒരു സ്റ്റേഡിയം പോലൊരു സംഭവം കേട്ടോ. ഇവിടെയും ഫുൾ തുണിക്കടകളാണ് കൂടുതലും ഉള്ളത്. ഞാൻ മെയിനായിട്ട് ഇനി സച്ചിനും പ്രകാശേട്ടനും വാങ്ങിയിട്ടുണ്ട്. ഒരു ഷർട്ട് വാങ്ങി. ഇനി ചേച്ചിക്കും സച്ചിനും മാത്രമേ ഉള്ളൂ വാങ്ങാനായിട്ട്. സച്ചിൻ എന്തായാലും ഞാൻ മറ്റേ ബ്ലാക്കിൽ ആന നിൽക്കുന്ന ഒരു ടീഷർട്ട് തന്നെ വാങ്ങാമെന്ന് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി. പക്ഷേ സൈസ് XXL തപ്പി നടക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത്. ഇനിയിപ്പോൾ എന്തായാലും XL ഞാൻ പറഞ്ഞില്ലേ ചീമെങ്കിലും ഇടട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയ്പൂർ പോയപ്പോൾ സച്ചിൻ ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ട് പോയത്, അതും ഇതുപോലെ സൈസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓക്കെ കറക്റ്റ് ആവും എന്നുള്ള രീതിയിൽ സൈസ് XL എന്തോ വാങ്ങിച്ചിട്ട് പോയി. പക്ഷേ സച്ചിൻ അത് ഭയങ്കര ഷോർട്ടായിരുന്നു കേട്ടോ. അത് ചീമ ഇടാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചീമ ഇട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെയും കയറി ഞാൻ XXL XL ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെയും XXL ഇല്ല. വേറെ ടീഷർട്ട്സൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ XXL ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടീഷർട്ടുകളൊന്നും തന്നെ എനിക്ക് ഇഷ്ടമായതുമില്ല. ഏട്ടനും ഇഷ്ടമായില്ല, വേണ്ട കൊള്ളില്ല എന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത് വീണ്ടും കട തേടി ഇറങ്ങുകയാണ്. അമ്മയുടെ കാര്യം എന്തായോ എന്നറിയത്തില്ല. അപ്പോൾ സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഞാൻ അലാമൊക്കെ സെറ്റ് ചെയ്തു. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ തിരിച്ച് അവിടെ എത്തണം. അവർ 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ ഇറക്കി വിട്ടാലേ പാവം അതങ്ങോട്ട് പോകും. അവിടെ തന്നെ അങ്ങനെ നിൽക്കേണ്ട, ഇത്ര സമയം നിൽക്കുക. അതുകൊണ്ട് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ള ഇതിലാണ്. ആദ്യമൊക്കെ പതിയെ നമ്മൾ ഷോപ്പിംഗ് ചെയ്തോട്ടെ, പിന്നെ പെട്ടെന്ന് സ്പീഡാക്കി പോകുന്ന വഴിക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. വണ്ടും എന്താ കൊഞ്ചും ഞണ്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ പുഴുവിനെ മാത്രം കണ്ടില്ല. പുഴുവിനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മാത്രമേ കണ്ടുള്ളൂ. ഒരാൾ ക്രൊക്കോഡൈൽ മീറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്നതാട്ടോ. ക്രൊക്കോഡൈലിനും കാണാനില്ല, ഒന്നിനും കാണാനില്ല. എവിടെന്നെങ്കിലും കിട്ടുമോ ആവോ. അപ്പോൾ ഇനി നമ്മുടെ സച്ചിനിതേ ഞാൻ ഈ ഒരു ടീഷർട്ട് XL സൈസ് ഇത് കറക്റ്റ് ആവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എടുത്തു. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് സച്ചിന് കൊടുത്തപ്പോഴേക്കും കറക്റ്റ് സൈസായിരുന്നു. സന്തോഷമായിട്ടോ. സച്ചിന് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. കാരണം സൈസ് കറക്റ്റ് ആയല്ലോ. നമ്മൾ കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് ഇനി ഫുഡ് വേറെ ക്രൊക്കോഡൈൽ അന്വേഷിച്ച് നടക്കുകയാണ്. മീട്ടു നോക്ക്, സ്നാക്സ് ആയിട്ട് ഫോർക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുവഴി തന്നെ നമ്മൾ വന്നത്, പിന്നെ അങ്ങോട്ട് പോവാം. ഇടയ്ക്ക് ദീപ ചേച്ചിക്ക് ഒരു കഫ്താൻ പോലത്തെ ഒരു സാധനം എടുത്തു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. റെക്കോർഡായില്ല എന്താണെന്ന് അറിയില്ല. വീഡിയോ എടുത്തു, പക്ഷെ ഇപ്പോൾ വീഡിയോ കാണാനില്ല. ദീപ ചേച്ചിക്കും കഫ്താൻ പോലൊരു സാധനം എടുത്തു. താനൊന്നും ചേച്ചി ഇടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അവിടെ വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അതങ്ങ് എടുത്തു കേട്ടോ. ഇത് ഫുഡ് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. സ്റ്റിക്കി മാംഗോ റൈസും മാംഗോ ഒക്കെ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ട് ഒരു സാധനം കൊള്ളത്തില്ലായിരുന്നു. എല്ലാം കളയാണ് ചെയ്തത്. അത്രയ്ക്ക് വൃത്തിയുടെ സാധനമായിരുന്നു കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് വാങ്ങിയതായിരുന്നു ആക്രാന്തത്തോടെ. പക്ഷേ തേഞ്ഞു പോയി ഗൈസ്. റൊട്ടി ബനാന ചോക്ലേറ്റ് ഇവിടുത്തെ ഫേമസ്. തായ്ലാൻഡിൽ വന്നാൽ കഴിക്കേണ്ട സാധനം എന്നാണ് പറയുന്നത്. 60 കൊടുക്കട്ടെ. ഇനി എന്താ നമ്മൾ ക്രൊക്കോഡൈൽ തന്നെ. എക്സ്ക്യൂസ് മീ, ക്രോക്കോഡൈൽ നോ. ചോദിച്ചു നോക്കാം നമുക്ക്. ആകെ കൂടെ തായ്ലൻഡിൽ വന്നിട്ട് ആഗ്രഹിച്ച് കൊതിച്ച് കിട്ടിയ സാധനം ദേ ഇത് മാത്രമാണ് കേട്ടോ. എന്താണ് നമ്മുടെ ബനാന പാൻ കേക്ക് അല്ലേ, അങ്ങനെ എന്തോ അല്ലേ ഇതിൻ്റെ പേര്. ഈ സാധനം മാത്രമാണ് തായ്ലൻഡിൽ വന്നിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയ സാധനം എന്ന് പറയുന്നത്. ബാക്കി വേറെ ക്രൊക്കോഡൈലിനെ കഴിക്കാൻ വന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്രൊക്കോഡൈലിൽ നിന്ന് നേരെ കാണാൻ പോലും പറ്റിയില്ല പുഴുവിനെ ഒന്നും. ജസ്റ്റ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കണ്ടതേ ഉള്ളൂ. അവിടെയാണെങ്കിൽ നിന്നൊന്ന് വിശാലമായിട്ട് കാണാനും പറ്റിയില്ല. കാരണം ഇനി അടുത്ത് നമ്മൾ വലിയ ഏതോ ഫുഡ് സ്ട്രീറ്റിലൊക്കെ പോവും, അവിടെ ഉണ്ടാവും, അവിടെ നിന്ന് കാണാൻ കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല ഗൈസ്. പക്ഷെ ഉണ്ടല്ലോ ഈ സാധനം ഈ ഒരു സ്ട്രീറ്റിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊരെണ്ണം വാങ്ങിയായിരുന്നു. പക്ഷെ നല്ല സാധനമായിരുന്നു കേട്ടോ. ഈ തായ്ലൻഡിൽ വന്നാൽ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ നിറയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട് മസ്റ്റ് ട്രൈ ആണ്. മീൻസ് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം, നല്ല സാധനമായിരുന്നു കേട്ടോ. എന്താ ന്യൂട്ടല്ല ബനാന പാൻ കേക്ക് അങ്ങനെ എന്തോണ് ഓർഡർ ചെയ്തത്.
ഓയിലിൽ മൈദ പോലെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബനാനയൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് തരുന്ന സാധനമാണ്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തായ്ലൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതിൽ ഫ്ലോപ്പ് ആവാത്ത ഒരു സാധനം ഇത് മാത്രം കേട്ടോ. ഇതിൽ ഫുഡ് സ്ട്രീറ്റിൽ വന്നിട്ട് അതായിരിക്കും ശരി. ഫുഡ് സ്ട്രീറ്റിൽ വന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഫ്ലോപ്പ് ആവാത്ത ഏക സാധനം ഇതാണ്. ഈവൻ മാംഗോ പോലും അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ട് നമ്മൾ അടുത്ത് നമ്മുടെ ക്രൊക്കോഡൈലിനെ തപ്പി നടക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഏട്ടൻ എവിടെ അന്വേഷിച്ചപ്പോൾ ക്രൊക്കോഡൈൽ ഈ ഒരു സ്ട്രീറ്റിലില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, ഇവിടെ എങ്ങുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വേദ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാനും അതെ കേട്ടോ. കഴിക്കണം, വേദ കഴിക്കണമെന്ന് കണ്ടപ്പോൾ എനിക്കും ഒന്ന് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചൂടായിരിക്കും. ചൂടുണ്ടാ? എനിക്കൊരു വച്ചാ ചൂടാ? ചൂട് ചൂട് ഞാൻ പറഞ്ഞില്ലേ ചൂടായിരിക്കുന്ന. ഈ സാധനം അച്ഛനും ഒക്കെ ഇഷ്ടമായി കേട്ടോ. അച്ഛനൊന്നും ഒരുമാതിരിയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ അച്ഛൻ ഈ സാധനം ഇഷ്ടമായി, കൊള്ളായിരുന്നത്. എല്ലാവരും ഓരോ പീസ് ടേസ്റ്റ് ചെയ്തു. ക്രൊക്കോഡൈലിനെ കിട്ടാത്തതിൻ്റെ വിഷമവും അമ്മ അവിടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഇതിലും ടെൻഷനിലും ഒറ്റൊരെണ്ണം ഓർഡർ ചെയ്തിട്ട് നമ്മൾ വേഗം പോയായിരുന്നു. ഇത് കുറച്ച് കൂടുതലുണ്ട്. മമ്മിക്കൊരു പീസ് വെച്ചേക്കാ. ബാലൻസ് ആക്കിട്ടോ. What is this? Chili powder. Masala. Yeah, even mango. Mango. Yeah, even mango. മാംഗോ വരെയുള്ള മസാലയാണ്. ആ ബനാന പാൻ കേക്ക് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാനുള്ളതായിരുന്നു. അതെങ്കിൽ നല്ല വിശാലമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാമായിരുന്നു. ഇനിയിപ്പോൾ ചെന്നിട്ട് ക്രൊക്കോഡൈലിനെ വാങ്ങണം, അമ്മ എവിടെ ഇരുത്തിയിരിക്കുന്നു, 1 മണിക്കൂർ ആവാറായി, വേഗം അങ്ങോട്ടേക്ക് ചെല്ലണം, അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനിൽ ആകെ ഒരു സാധനവും വാങ്ങിച്ചിട്ടിങ്ങനെ വരികയും ചെയ്തു. ക്രൊക്കോഡൈലിനോട്ട് കിട്ടുകയും ചെയ്തില്ല. ഭയങ്കര വിഷമമായി പോട്ടോ. പുഴുവിനൊന്നും കണ്ടതുമില്ല. പുഴു സാധാരണ തായ്ലൻഡ് ഫുൾ ഈ പുഴുവും മറ്റേ എന്താണ് സാധനത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, അതും ക്രൊക്കോഡൈലിനൊക്കെ ഇങ്ങനെ നിറയെ വെച്ചിരിക്കുന്ന കേട്ടോ. ഈ സ്ട്രീറ്റിൽ അവർക്ക് സാധനങ്ങളേ ഇല്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ സജീവമായിട്ടുള്ള സ്ട്രീറ്റുകളുണ്ടാവും. നമ്മൾ പോയ സ്ട്രീറ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇതിനകത്ത് ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഇതിനകത്തുണ്ടാവും എന്ന് പറഞ്ഞ് ചാടിക്കയറി. ഇതിനകത്തും ഉണ്ടായിരുന്നില്ല, ഇതൊരു റെസ്റ്റോറൻറ്റ് പോലെയായിരുന്നു. പക്ഷെ പട്ടായയിലും എനിക്ക് തോന്നുന്നു അവിടെ ടെർമിനൽ 21 മോളിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കും കേട്ടോ. നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും കാണാനും പറ്റിയില്ല. എന്നാൽ ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതുള്ള മാർക്കറ്റ് നോക്കി നമ്മൾ പോയാനും സത്യമായിട്ടും നമുക്ക് ഒന്ന് കാണാനും കേൾക്കാനും. ഇനി നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ലല്ലോ, അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെയൊക്കെ വന്ന് കാണുക, കേൾക്കുക. വേദ പറഞ്ഞ പോലെ ക്രൊക്കോഡൈലിനൊക്കെ ഒന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ ആയിരുന്നോ ആവോ. എന്തായാലും ജസ്റ്റ് ഒന്ന് മിന്നായം പോലെങ്കിലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കണ്ടു, ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ കൊച്ചിന് ക്രൊക്കോഡൈലിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പാവമല്ലേ, അവൾ കൊതിച്ച് വന്നതായിരുന്നു. ക്രൊക്കോഡൈൽ മീറ്റ് കൊള്ളാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കഴിച്ച് നോക്കിയിട്ടില്ല, കഴിച്ച് നോക്കണമെന്നൊരു ഇത് കേട്ടോ. നല്ല മീറ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഞാൻ മീനും മുട്ട ഇറച്ചി ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഏട്ടൻ പറയും എന്നെ കൂടെ തിന്നുമെന്നാണ് തോന്നുന്നു, അങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. എന്നെ കൊത്താത്ത എന്ത് സാധനത്തെയും ഞാൻ കഴിക്കും. പക്ഷെ പാമ്പിനെയും പുഴുവിനെയും ഒന്നും കഴിക്കാനുള്ള ആ ഒരു മനസ്സ് വന്നിട്ടില്ല. എന്തോ ക്രൊക്കോഡൈൽ കഴിക്കാമെന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ബാക്കി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. മീനും എന്തിനും നമ്മുടെ ചിക്കൻ്റെ വിരലുകളില്ലേ, ഫിംഗേഴ്സ് വരെ ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുവരെ ഉണ്ടായിട്ട് ഈ സാധനങ്ങൾ എന്തേ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തത്? ഇനി സീസൺ അല്ലേ, എന്താണ് സംഭവം? ഇത് ആക്ച്വലി ഒരു മറ്റേ എന്താണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് അല്ല. ഈ കൂടുതലും ഇവിടെ തുണികളുടെ സ്ട്രീറ്റാണ്. അപ്പോൾ അതേ കണ്ടോ, കോഴിയുടെ ഫിംഗേഴ്സാണ്, ചിക്കൻ ഫിംഗേഴ്സാണ് അവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുണികളുടെ മാർക്കറ്റാണ് കൂടുതലും, ഡ്രസ് മാർക്കറ്റാണ്. ഫുഡ് സ്ട്രീറ്റ് അല്ല, ഡ്രസ് സ്ട്രീറ്റാണ്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇനി ഫുഡ് സ്ട്രീറ്റ് എവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ പൊട്ടന്മാരോട് ചെന്ന് ചോദിച്ചാൽ പോലും ഇവന്മാർക്കൊന്നും പറഞ്ഞു തരാനും അറിയത്തില്ല, നമുക്കൊട്ട് സംസാരിക്കാനും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ തലവേദന കേട്ടോ. ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല.
നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇത് ഏജൻസിയിൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് നമുക്ക് നിയറസ്റ്റ് ഏത് മാർക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തന്നതാണ് ഈ ഇന്ദിരാ മാർക്കറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് അരിച്ച് പറക്കി എനിക്ക് ക്രൊക്കോഡൈലിനും മറ്റും കിട്ടിയാനെ. അമ്മയെ കൊണ്ടൊന്നും അവിടെ ഇരുത്തിക്കല്ലേ. അമ്മയെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇറക്കി വിട്ടാൽ അമ്മ നട റോഡിൽ നിന്ന് വല്ലവരും പിടിച്ചോണ്ട് പോയാലേ ഇവിടെയൊക്കെ പിന്നെ അതിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് പിന്നെ 1 മണിക്കൂറിനില്ല അവിടെ ചെന്നില്ലെങ്കിൽ അമ്മയെ പിന്നെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ 1 മണിക്കൂർ നോക്കി നിന്നിട്ട് കറക്റ്റ് അവിടെ ചെന്ന് കയറി. അതായിരിക്കാം കുറച്ചുകൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയാനേ. പക്ഷെ എന്തോ ഈ ഒരു സ്ട്രീറ്റിൽ കുറേയേറെ നടന്നിട്ടൊന്നും ഞാനങ്ങനെ അധികം ടയേർഡായില്ല. എനിക്ക് വീണ്ടും വീണ്ടും നടക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച് വന്ന സാധനങ്ങളൊന്നും കണ്ട് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം നല്ല രീതിയിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല. ഇനിയൊരു ഈവനിങ് നമുക്കില്ല തായ്ലൻഡിൽ ഒന്ന് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എന്തായാലും അത് നല്ല രീതിയിൽ മിസ് ചെയ്തു. ഓരോ ട്രിപ്പിൽ പോകുമ്പോഴും ഇതുപോലുള്ള ഓരോരോ അനുഭവങ്ങൾ നമുക്ക് കിട്ടും അല്ലേ. സിറ്റി റെഡ് ലൈറ്റ് കത്തി കിടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കറക്റ്റ് 1 hour ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് അമ്മയെ വിളിക്കാൻ കറക്റ്റ് എത്തിയിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങിക്കണമെന്ന് ആർക്കെങ്കിലും? ഷാർപ്പ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 1 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മൾ ആ മസാജ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ അമ്മ അവിടെ കാര്യമായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ പോരായിരുന്നു, എനിക്ക് കുറച്ച് പാർട്ട് കൂടെ മസാജ് ചെയ്യാനുണ്ട്, ഒന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ കരുതി അയ്യോ അവരവിടെ ഇരുത്തിയാലേ കേട്ടോ. നമുക്കറിയത്തില്ലായിരുന്നു ഇനി എങ്ങാനും ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് കറക്റ്റ് സമയത്തിൽ വന്നത്. പക്ഷെ കുറച്ചുകൂടെ താമസിച്ച് വന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടെ മസാജും കിട്ടിയാൽ. അമ്മ കേൾക്കണം എന്തിനാണ് എപ്പോഴും വന്നതെന്ന്. അമ്മ പറയാം കേട്ടോ, മസാജ് ചെയ്ത് മസാജിങ് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു മസാജ് ചെയ്തപ്പോഴേക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആശ്വാസം എന്നൊക്കെ അമ്മ ഭയങ്കരമായിട്ട് തള്ളി വിടുന്നുണ്ടായിരുന്നേ. പിറ്റേ ദിവസം അമ്മയ്ക്ക് 2 തോളും കൈയും കാലും ഒന്നും അനക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. ഞാനും ഒന്ന് അമ്മ മസാജ് ചെയ്ത് കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും കരുതി ഒന്ന് മസാജ് ചെയ്യാമെന്ന്. പക്ഷെ പിറ്റേ ദിവസത്തെ അമ്മയുടെ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മസാജ് ചെയ്യാൻ പോകണ്ട, അതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന്. പിറ്റേ ദിവസം അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. ഷോൾഡർ പെയിനും ലെഗ് പെയിനും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ചെയ്യുമ്പോൾ അപ്പോഴും നല്ല പെയിൻ, അവർ പിടിക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. അമ്മ ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അടിപൊളി മസാജ് പോയി ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം കണ്ടപ്പോൾ അതെല്ലാം പോയേ. എന്തായാലും അമ്മ തായ് മസാജ് വരെ ചെയ്തു. ഞാനും തായ് മസാജൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാണ് വന്നത്. എൻ്റെ ഒരു കാര്യങ്ങളും നടന്നില്ല. കയ്യിരുന്ന കുറേ പൈസയും പോയി തായ്ലൻഡ് വന്നതിൽ. പിന്നെ അമ്മ മസാജിങ് ഒക്കെ ചെയ്ത് അമ്മ ഒന്ന് സ്മാർട്ടായ കേട്ടോ. എനിക്കിട്ട് അതൊന്നും നടന്നില്ല. എന്ത് സ്മാർട്ടായെന്ന് പിറ്റേ ദിവസം അമ്മ അനുഭവിച്ചത് അമ്മയ്ക്ക് മാത്രം അറിയാം. പൈസ കൊടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി എടുത്ത് നമുക്ക് തന്നെ എല്ലാം ചെയ്ത് കൊണ്ടുപോവാം. 50 baht. എത്ര ഇട്ടാണ്? വെയിറ്റ് ഉണ്ട് 18 kg. 18 കിലോ ഇടാം. 50 baht കൊടുത്താൽ കഴുകി ഉണക്കി കൊണ്ടുപോവാം. കോയിൻ ഇൻസേർട്ട് പുള്ളി ചെയ്യണം. നമുക്ക് കോയിൻ ഇൻസേർട്ട് ചെയ്തിട്ട് ഡ്രൈയിങ് വാഷിങ് അതിന് പ്രത്യേകം കോയിൻ ഇടണം. ഈ സെറ്റപ്പ് ഒക്കെ നമ്മളെ ഇന്ത്യയിൽ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മക്കളെ. കേരളത്തിലില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യയിൽ അതൊക്കെ വേറെ സെറ്റപ്പുകളും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമായിരിക്കും. ചുമ്മാ നടക്കില്ല. ഞാനൊന്ന് തുടങ്ങിയാലോ? എന്ത് പറയുന്നു ഗൈസ്? എൻ്റെ പൊന്നിന് ക്രൊക്കോഡൈൽ മീറ്റ് മാത്രം കിട്ടിയില്ല. വീണ്ടും നമ്മൾ 7-Eleven വന്നിരിക്കുകയാണ്. വേദയ്ക്ക് ബോബാറ്റി ആണ് 75 baht. 1 ബോബാറ്റി പ്ലീസ്. കേട്ടാ വേറെ സ്ലർപ്പി ഫാനാണ്. സ്ലർപ്പി ഇല്ല ഇവിടെ. ഐസ് ഫാൻ. ഓക്കെ, ഐസ് ഫാൻ അതാണ് അടി ബോബ. കുറേ ഐസ് മാത്രം ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ 7-Eleven കയറി വേദയ്ക്ക് ബോബാറ്റി. ഞാൻ അന്ന് മലേഷ്യയിൽ നിന്ന് കഴിച്ച സാധനത്തിൻ്റെ പേരെനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂട്ടോ. നിനക്കറിയോ? എന്തോ ഒരു സാധനം, സീവീഡ്, പിന്നെ വെള്ളം ഒക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോവുക കേട്ടോ. പിന്നെ ചീമയ്ക്കൊരു ഡ്രസ്സ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അമ്മ ചീമയ്ക്ക് സച്ചിന് എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ ചീമയ്ക്കൊരു ഡ്രസ്സ്, നൈറ്റ് ഡ്രസ്സ്, ഒപ്പം വേദയ്ക്ക് ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തത് കേട്ടോ. പിന്നെ സച്ചുവിനൊരു ടീഷർട്ട്, ദീപ ചേച്ചിക്കൊരു ഡ്രസ്സ്,
അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ദീപ ചേച്ചി ഇടുമ്പോഴത്തെ കുർത്തീസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നല്ലതില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രകാശേട്ടനൊരു ഷർട്ട് അതെനിക്കിഷ്ടമായി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ഇത്രയും തന്നെ വാങ്ങിയത്. ഇനി നേരെ റൂമിൽ പോവുക, മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി അതൊക്കെ കഴിക്കുക, എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഷെയർ ചെയ്ത് ഇതെല്ലാം കൂടി ഒരു ബൈറ്റ്. നമ്മൾ ഹോട്ടലെത്തിയല്ലേ, കഴിച്ചിട്ട് താഴെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, എന്തെങ്കിലും വന്ന് അവിടെ നിന്ന് കഴിക്കാം അല്ലേ? അങ്ങനെയല്ലേ ഏട്ടാ പ്ലാൻ? തുറയടാ, മാറ് 337